ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീണ വീട്ടിലോട്ട് പോകാൻ ഒരു ഓട്ടോ നോക്കി വഴിയിൽ സന്തോഷിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് ടീച്ചറും മോനും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. എങ്ങോട്ടാ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സ്കൂട്ടി എടുത്തില്ല ടീച്ചറെ, വീട്ടിലോട്ട് പോകാൻ ഒരു ഓട്ടോ നോക്കി നിൽക്കുകയാണെന്ന് പറഞ്ഞു. ഓട്ടോയൊന്നും നോക്കി നിൽക്കേണ്ട കാര്യമില്ല, ഇങ്ങോട്ട് കയറി വീട്ടിൽ കൊണ്ടാക്കാമെന്ന് ടീച്ചർ പറയുമ്പം ശരിയെന്നും പറഞ്ഞ് വീണ വണ്ടിയിൽ കയറി പോയി. സന്തോഷമാണെന്നുണ്ടെങ്കിൽ ഹാപ്പി ആയിട്ട് അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് വീണ ഇങ്ങനെ വണ്ടിയിലിരിക്കുന്നു. അപ്പോൾ രണ്ടാളും കൂടി പാർക്കിലൊക്കെ പോയി തുടങ്ങിയല്ലേ എന്ന് ടീച്ചർ വീണയോട് ചോദിച്ചപ്പോൾ അവരുടെ വീട്ടിൽ ഞങ്ങളുടെ പൊരുത്തം നോക്കിയ കാര്യം പറയാൻ ആ ചേട്ടൻ വിളിച്ചതാണെന്നുള്ള കാര്യം വീണ പറഞ്ഞു. ചോദിച്ചപ്പോൾ ഇവിടെ രണ്ടുപേരും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നേരിൽ പറയാമെന്ന് കരുതിയെന്ന കാര്യമൊക്കെ വീണ പറയുക. ഞങ്ങളൊക്കെ അതങ്ങ് വിശ്വസിച്ചു എന്ന് ടീച്ചർ. മിണ്ടാ പൂച്ചകളെ കയ്യോടെ പിടിച്ചതുകൊണ്ട് ഇപ്പം എല്ലാം അറിഞ്ഞു ഞങ്ങൾ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലേ ടീച്ചറേ എന്ന് വീണ പറയുക. അപ്പോൾ പെണ്ണ് കാണലും ഫോൺ വിളിയൊക്കെ തുടങ്ങിയല്ലേ. അങ്ങനെ നമ്മുടെ ടീച്ചറുടെ മകൻ ചോദിക്കുമ്പോൾ ചേട്ടൻ എന്നെ കളിയാക്കിയ എനിക്ക് വിഷമമാകും കേട്ടോ എന്ന് വീണ പറഞ്ഞു. അപ്പോൾ പെണ്ണ് കാണുന്നതിന് മുൻപ് ബുദ്ധിയുള്ള പെണ്ണും ചെറുക്കനുമാണെങ്കിൽ വീട്ടുകാരറിയാതെ ഒന്ന് കാണും അവർ എന്നൊക്കെ നമ്മുടെ ടീച്ചർ ഇങ്ങനെ ഇരുന്ന് പറയാം. അതിലൊന്നും ഒരു തെറ്റും പറയാനില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അന്നേരം ഒരു ഐസും കഴിക്കാമല്ലോ അല്ലേ അമ്മേ എന്നൊക്കെ ചോദിച്ചു മകനും. അപ്പോൾ ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീണ ആ സമയത്ത് എന്തായി പൊരുത്തം എന്ന് ചോദിക്കുമ്പോൾ പൊരുത്തമൊക്കെ ഉണ്ട്, പിന്നെ ജാതകം നോക്കിയപ്പോൾ അങ്ങനെ ഓരോ കാര്യം പറഞ്ഞതൊക്കെ പറയാം. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ടീച്ചറിൻ്റെ മോൻ പറഞ്ഞു, അത് സത്യമാണ് കേട്ടോ, കഷ്ടമുണ്ട് കേട്ടോ ജോണേട്ടാ, ഞാൻ ആരെങ്കിലും ഭരിക്കുമോ എന്നൊക്കെ വീണ ചോദിക്കുവാണേ. അതൊക്കെ കേട്ടപ്പം അവനൊരു തമാശ പറഞ്ഞതല്ലേ എന്ന് ടീച്ചർ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ട് പോവാം. എനിക്ക് ഈ കാര്യത്തിലൊന്നും വിശ്വാസമില്ല, ചേട്ടനുണ്ടേലും ആയിക്കോളാൻ പറഞ്ഞെന്ന് വീണ അവരോട് അഭിപ്രായം പറഞ്ഞതായിട്ടും പറഞ്ഞു. പക്ഷെ പുള്ളിക്കൊരു വിഷയവും ഇല്ല എന്നും ആൾക്ക് ശരിക്കും ഡീപ്പായിട്ടുള്ളൊരു ഇഷ്ടം എന്നോടെന്നൊക്കെ വീണ പറഞ്ഞേ. പിന്നെ എനിക്ക് ആ ഒരു ബോധം അതുമാത്രം മതിയെന്ന് പറയുമ്പോൾ അത് നന്നായി ഏതായാലും. പിന്നെ അവളെല്ലാം കണ്ട് തലയ്ക്ക് മുകളിൽ നിൽക്കുകയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ടീച്ചർ ഇങ്ങനെ ഇരുന്ന് പറയണം. നടക്കേണ്ടതേ നടക്കുള്ളൂ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ടീച്ചർ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു. അപ്പോൾ ജോണിന് ഭയങ്കര ഒരു സങ്കടം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ സന്തോഷിൻ്റെ വീട്ടിൽ അവരെല്ലാവരും ഫുഡ് കഴിക്കുക. അപ്പോഴാണ് സന്തോഷ് വീട്ടിലേക്ക് കയറി വരുന്നത്. ഫുഡ് എടുക്കട്ടേടാ എന്ന് അമ്മ ചോദിക്കുമ്പം എനിക്ക് വേണ്ട, ഞാൻ കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം, എനിക്ക് പൊരുത്തം കുറവാണെന്ന് പറഞ്ഞ് വേറെ ഒരാലോചനയും നോക്കണ്ട, കുറവുള്ള പൊരുത്തമൊക്കെ ഞാനങ്ങ് സഹിച്ചോളാമെന്ന് സന്തോഷ് അമ്മയോട് പറയണം. ഇത് കേട്ടപ്പോൾ ഇപ്പം തന്നെ നീ ഇത്രയ്ക്കൊക്കെ പറയാറായോടാ എന്നും ചോദിച്ചിട്ട് അമ്മ തട്ടിക്കയറുക മോനോട്. അത് കേട്ടപ്പോൾ മോനിങ്ങനെ നോക്കി നിൽക്കുക. കൊള്ളാടാ, കെട്ടുകഴിഞ്ഞ് വന്നാലേ ഇവൻ എൻ്റെ അടുത്ത് ഇറങ്ങിപ്പോകാൻ പറയുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ നടുക്ക് നിൽക്കുക. സന്തോഷേ എന്താ പെണ്ണിൻ്റെ മയക്കത്തിൽ വീണാ പോയി കേട്ടോ എന്ന് ചേട്ടൻ ബുദ്ധി മങ്ങി പോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചേട്ടൻ ഭയങ്കര ഒരു ഡയലോഗും കൂടെ അങ്ങ് പറഞ്ഞു. സന്തോഷമൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. സന്തോഷം അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സന്തോഷിൻ്റെ വീട്ടിലെ ഒരു ചേട്ടൻ വരിക. ഇതിപ്പോൾ എവിടുന്നാ വരവ് എന്നാ സന്തോഷിൻ്റെ അച്ഛൻ ചോദിക്കുമ്പോൾ സ്വാമി ശരണം, ഞാൻ ശബരിമല വരെ ഒന്ന് പോയതാ, അയ്യപ്പനെ കൺകുളിർക്ക് ഒന്ന് കണ്ട് തൊഴുതു എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ വന്നിരുന്ന് പറയാം. അതിനിപ്പോൾ സീസണാണോ അളിയാ എന്ന് ചോദിക്കുമ്പോൾ പ്രതിമാസ പൂജയൊക്കെ നടക്കുകയല്ലേ, ഇന്നല്ലേ നടയടയ്ക്കൂ എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് മല ഇറങ്ങുമ്പോൾ ഉള്ളിൽ നിന്ന് ഒരു വിളി, മണിയെ ഒന്ന് കാണണമെന്ന്. ആ സമയം ഇത് വല്ലാത്തൊരു വിളിയായി പോയല്ലോ എന്നും പറഞ്ഞിട്ട് അവരവിടെ നിന്ന് മകളും മകനൊക്കെ കൂടെ പറയുന്നു. പിന്നെ നേരെ ഇങ്ങോട്ടങ്ങ് പോന്നു. അപ്പോൾ അണ്ണൻ എന്നെ കാണാൻ തോന്നിയല്ലോ, അതാണടി മണി രക്തബന്ധം എന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേട്ടൻ എങ്ങനെ ഇരുന്നവരോട് പറയുക. പിന്നെ പ്രസാദവും കാര്യങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ ആ ഒരു പ്രസാദവും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് സന്തോഷിനോട് ഞാൻ വന്നിട്ടുണ്ടെന്ന് പറയാനൊക്കെ പറഞ്ഞ് അദ്ദേഹം അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയുക. പിന്നെ നിങ്ങളുടെ കെട്ടിയോളുമാർക്കൊക്കെ സുഖം തന്നെയാണോ എന്ന് മണിയുടെ ചേട്ടൻ ചോദിക്കുമ്പം അതൊക്കെ അങ്ങനെ പിഴച്ച് പൊക്കോളൂ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ഇദ്ദേഹം പറയും കേട്ടോ. പിന്നെ ഈ സമയത്ത് അളിയൻ്റെ തീർത്ഥാടനമൊക്കെ പെണ്ണ് വീടുകളിലേക്കുള്ള പോക്കാണെന്നാണ് പൊതുവെ ഒരു സംസാരം. അപ്പോൾ അവളുമാർ ഒരുത്തികളും എന്നെ മുറ്റത്തിൽ കയറ്റില്ല എന്ന് എനിക്കല്ലേ അറിയൂ എന്നും പറഞ്ഞുകൊണ്ട് ചേട്ടൻ ഇവരോട് പറയുമ്പോൾ പിന്നെ അണ്ണ ഇവിടെ സന്തോഷിനൊരു ആലോചന വന്നിട്ടുണ്ട്, പെൺകുട്ടി ടീച്ചറാണെന്നൊക്കെ പറയുമ്പോൾ ചേട്ടൻ ഇങ്ങനെ നോക്കിയിരിക്കുക. കൊച്ചിൻ്റെ അമ്മയും ടീച്ചറായിരുന്നു, മരിച്ചു പോയി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പാവം പണിക്കൊരു ഗ്രഹനില നോക്കി ചേർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ പിന്നെന്താ കുഴപ്പം. അപ്പോഴേക്ക് സന്തോഷം അങ്ങോട്ടേക്ക് വന്നു. പിന്നെ ഒന്നുമില്ല പോറ്റിമാമ, പെണ്ണ് കാണാൻ നമ്മൾ എന്ന് പോകുമെന്നുള്ള കാര്യം അവരുടെ വീട്ടിലൊന്ന് വിളിച്ച് പറയണമെന്ന് സന്തോഷം പറയുക. അപ്പോൾ സൗകര്യപ്പെടുന്ന ഒരു ദിവസം നോക്കി അങ്ങ് പറഞ്ഞോളാനായിട്ട് അമ്മാവൻ പറയുക. അളിയോ നമുക്ക് ഈ ഞായറാഴ്ച ഒന്നങ്ങ് പോയാലോ എന്ന് ചോദിച്ചപ്പോൾ
ഞായറാഴ്ചയോ ഞായറാഴ്ച എന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ ഇരുന്നിങ്ങനെ ആലോചിക്കുക. അങ്ങനെ പോറ്റിമാമൻ ഇരുന്ന് ആലോചന അങ്ങ് തുടങ്ങി. ഈ ഞായർ ശുഭകാര്യങ്ങൾക്കൊന്നും അന്നല്ല, അതുകൊണ്ട് അന്ന് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് പോറ്റിമാമൻ പറഞ്ഞു. ഓ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിയ്ക്കാം. എന്നാൽ പണിക്കരോട് വിളിച്ച് ചോദിക്കാമെന്നും എന്നിട്ട് എടുക്കാമെന്നൊക്കെ ഇങ്ങനെ ഈ മണി പറയുമ്പോൾ, ഓ പെണ്ണ് കാണാനുള്ള സമയം പണിക്കരോട് ചോദിക്കേണ്ട കാര്യമാണെന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് കാര്യം പറയുമ്പോഴും ഇതുപോലെ മുടക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങളൊന്ന് മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് മണി ഭർത്താവിനെ പേടിപ്പിക്കാം. ഞാൻ പോയി പണിക്കരൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു പുള്ളിക്കാരി അകത്തേക്ക് കയറിപ്പോയി. അപ്പം അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞ് മണി അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ കേടാണെന്നും ചോദിച്ചുകൊണ്ട് സന്തോഷം ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു. നിൻ്റെ അമ്മയുടെ തീരുമാനങ്ങൾക്കെതിരായിട്ട് ഞാൻ ഒന്നിനും ഇല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. സന്തോഷം അവിടെ ഇരിക്കുമ്പം ദേ പുള്ളിക്കാരി ഫോൺ വിളിയും കഴിഞ്ഞിട്ട് വന്നു. അപ്പോൾ അതെ പണിക്കർ എന്താ പറഞ്ഞതെന്നുള്ള കാര്യം ചോദിക്കുക. പിന്നെ പണിക്കർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മണി ഇവിടെ ഇങ്ങനെ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ദേ അവിടെ ഇരുന്ന് നമ്മുടെ പോറ്റിമാവൻ രാവിലെ കാപ്പിക്ക് എന്താ മണിയേ എന്ന് ചോദിച്ചു. അപ്പോൾ പുട്ടും പയറാണെന്ന് പറഞ്ഞു. അപ്പോൾ പപ്പടം ഇല്ലേ? അപ്പോഴേക്കും ഇവർക്ക് ചിരി വന്നു. ഉണ്ടല്ലോ, അപ്പോൾ കാപ്പി കുടിച്ചിട്ട് കുളിക്കാം അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പോറ്റിമാമൻ കുളിക്കാൻ കുറച്ച് വെള്ളവും ചൂടാക്കി വെക്കണം. മലയിറങ്ങിയതല്ലേ, തലനീരൊക്കെ ഇറങ്ങിയതിൻ്റെ ഒരു വേദന, ദേഹാസകലം വേദനയാണ്. കുളിച്ചിട്ട് നടു നിവർത്തി കിടക്കുമ്പോഴേക്കും ഊണിൻ്റെ നേരമാവും അല്ലയോ മണി. അപ്പം അതൊക്കെ ആക്കാം. അണ്ണൻ എഴുന്നേറ്റ് കൈ കഴുകുക, പൂട്ട് കഴിച്ചിട്ട് ഇരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി അകത്തേക്ക് കയറിപ്പോയി. സ്വാമിയെ ശരണയ്യപ്പ എന്നും പറഞ്ഞുകൊണ്ട് ചേട്ടനങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അമ്മയുടെ തടസ്സങ്ങളിൽ ഇടങ്കോലിടാൻ പോറ്റിയമ്മാവൻ റെഡി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയാം. ആളെ എങ്ങനെയെങ്കിലും ഒന്ന് പാക്ക് ചെയ്യാൻ നോക്ക് സന്തോഷേ, അല്ലെങ്കിൽ നിനക്ക് തന്നെയാണ് കേട്ടോ പണി. അപ്പോൾ അതിവർ പറഞ്ഞത് ശരിയാണെന്ന് അച്ഛനും സന്തോഷിനോട് പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ടീച്ചറിനെയും ജോണിനെയും പോയി കാണുവാണ് നമ്മുടെ സന്തോഷം. അപ്പോൾ വ്യാഴാഴ്ച 11 മണിക്ക് ചെല്ലാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്ന് തന്നെ വരണം, കാരണം പണിക്കരോട് അമ്മ ചോദിച്ച് കുറിച്ച് വാങ്ങിയ സമയം ഇതെന്ന കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ പെണ്ണ് കാണലിനും ഇപ്പോൾ ഡേറ്റൊക്കെ കുറിച്ച് തുടങ്ങിയ സന്തോഷം എന്ന് ജോൺ ചോദിക്കുമ്പോൾ ഇവർ ചിരിച്ചു. ജോത്സ്യന്മാരുടെ ബെസ്റ്റ് ടൈം അല്ലേ അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കും കേട്ടോ. അമ്മ ഏത് കാര്യത്തിനും പണിക്കരോട് ചോദിക്കും, അമ്മയുടെ ശീലം അങ്ങനെയാണെന്നൊക്കെ സന്തോഷം പറഞ്ഞു. സത്യത്തിൽ എല്ലായിടത്തും രണ്ടു കൂട്ടരുടെയും സൗകര്യം നോക്കിയൊക്കെ തന്നെയാണ് പെണ്ണ് കാണൽ. അതേന്നെ, വിശ്വാസമുള്ളവരെല്ലാ കാര്യങ്ങൾക്കും സമയവും കാര്യങ്ങളൊക്കെ നോക്കുമെന്ന് ടീച്ചർ പറഞ്ഞു. ഞങ്ങൾ വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് വരുമെന്ന് വീണയുടെ വീട്ടിലെ ടീച്ചർ ഒന്ന് പറയണമെന്ന് പറയുമ്പോൾ പറയാമല്ലോ എന്ന് പറഞ്ഞു. എടാ നമുക്ക് അങ്ങോട്ട് കയറി പറഞ്ഞിട്ട് പോകാൻ ജോണേന്ന് അമ്മ പറയുമ്പം ശരിയെന്ന് പറഞ്ഞു. സന്തോഷം നീ വരുന്നുണ്ടോ? അല്ല, ഒരു വെറൈറ്റിക്ക് നിങ്ങളും കൂടെ വേണേൽ അവിടെ കയറി പറയാമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ സന്തോഷം നിന്ന് ചിരിക്കുക. അല്ല, നിങ്ങൾ എത്ര പേരുണ്ടാകും? അതുപിന്നെ എല്ലാവരും ഇറങ്ങുമെന്ന് പറഞ്ഞിരിക്കുക. പിന്നെ ഓരോരുത്തരായിട്ട് കാണാൻ പോകണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതൊരു കണക്കിന് നല്ലതാണ്. ഞങ്ങൾ എന്നാൽ ഇപ്പം തന്നെ അവിടെ കയറി പറഞ്ഞേക്കാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ യാത്ര പറഞ്ഞിട്ട് അങ്ങ് പോകണം. അവരങ്ങ് പോയ സമയത്ത് ഇവിടെ സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ സന്തോഷം. ഈ സമയത്ത് അമ്മയും മോനും കൂടെ വണ്ടിയിൽ അങ്ങ് പോകണം. അപ്പോൾ ജോണിൻ്റെ മുഖത്ത് ഭയങ്കര സങ്കടം. ഇത് നടക്കുമെന്ന് തന്നെ എൻ്റെ മനസ്സ് പറയുന്നത് എന്ന് ടീച്ചർ പറയുമ്പോൾ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ടമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ നിനക്ക് വിഷമമുണ്ടോ മോനെ? അമ്മ ചോദിച്ചതുകൊണ്ടാണ് വീണയോട് പണ്ടുണ്ടായിരുന്ന ആ ഒരു ഇഷ്ടത്തെക്കുറിച്ച് ഞാൻ അമ്മയോട് പറഞ്ഞത്. പിന്നെ മഹേഷിനേക്കാളും പ്രിയപ്പെട്ട ഏട്ടനാണ് ഞാനെന്ന് മനസ്സിലായപ്പോൾ വീണയെ തിരിച്ചും ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ എന്ന കാര്യം ജോൺ അങ്ങനെ പറഞ്ഞു കേട്ടോ. ഇനിയുള്ള കാര്യങ്ങളൊക്കെ അവർ രണ്ട് കുടുംബക്കാർ തന്നെ തീരുമാനിച്ച് എന്താണെന്ന് വെച്ച് ചെയ്യട്ടെ. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? അതല്ല മോനെ, അതല്ല അതിൻ്റെ ശരിയും. അമ്മയ്ക്ക് നല്ല വിഷമമുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ വീണ അത്ര നല്ല കുട്ടിയാടാ. അവൾ എൻ്റെ വീട്ടിൽ നിൻ്റെ പെണ്ണായി വന്ന് കയറുന്നതേ എനിക്ക് സരസുവിനോട് പറയാൻ മടിയുള്ള ഒരു ആഗ്രഹമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ടീച്ചർ പറഞ്ഞു. നമ്മുടെ രണ്ടുപേരുടെയും ഉള്ളിലിരിപ്പ് നമ്മുടെ രണ്ടുപേരുടെയും ഉള്ളിൽ മാത്രമായിട്ട് ഇരിക്കട്ടെ എന്നൊക്കെ പറയുമ്പം അതെ അമ്മേ, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. അപ്പോൾ ഇവർ തമ്മിൽ ആ ഒരു കാര്യമൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും ഇവർ വീട്ടിലേക്ക് ചെന്നു. വീണ വന്നപ്പോൾ അയ്യോ ടീച്ചർ എപ്പോൾ വന്നു എന്ന് ചോദിച്ചുകൊണ്ട് വീണ ഓടി വന്നു. അപ്പോൾ വന്നിട്ട് കുറച്ച് നേരമായി. മോളെന്താ ഇത്രയും വൈകിയത് എന്ന് ചോദിച്ചു ടീച്ചർ. എനിക്ക് ഇടയ്ക്കൊന്ന് കടയിൽ കയറണമായിരുന്നു എന്നും പറഞ്ഞു വീണ ഇങ്ങനെ പറയുക. വേറൊന്നുമല്ല, ഞങ്ങൾ വഴിക്ക് വെച്ച് സന്തോഷിനെ കണ്ടായിരുന്നുവെന്നും പിന്നെ അവർ വീണയെ കാണാനായിട്ട് വ്യാഴാഴ്ച വരുമെന്നാണ് പറഞ്ഞത്, 11 മണിക്ക് വരുമെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ രേണുവും അതുപോലെ രാധു അതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അന്ന് ക്ലാസ് ഉള്ള ദിവസമല്ലേ കുഞ്ഞിന്ന് വല്യമാമ ചോദിക്കുമ്പം അതേലെ വല്യമാമേ, അത് കുഴപ്പമില്ല, ഞാൻ സോമൻ സാറിനോട് സംസാരിച്ച പെർമിഷനൊക്കെ എടുത്തോളാമെന്ന് നമ്മുടെ ടീച്ചർ പറഞ്ഞു. പിന്നെ രാധേ, അതെ കേട്ടല്ലോ, വ്യാഴാഴ്ച 11 മണിക്ക് സന്തോഷിൻ്റെ വീട്ടുകാർ വരും. എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി നിൽക്കുക. വിഷ്ണുവിനെത്താനാവുമോ എന്ന് ചോദിക്കുമ്പം വിഷ്ണുവേട്ടൻ അത് പാടാം,
അതെ, ഞായറായിരുന്നെങ്കിൽ എല്ലാവർക്കും സൗകര്യമായിരുന്നേനെ എന്ന് നമ്മുടെ വല്യമാവൻ പറഞ്ഞപ്പോൾ ഡേറ്റ് പണിക്കരെ കൊണ്ടെങ്ങാനും അവർ കുറിപ്പിച്ചതാണെന്ന് പറഞ്ഞു. പെണ്ണ് കാണാനും ഡേറ്റൊക്കെ കുറിപ്പിച്ചോ? അവർക്ക് വിശ്വാസം കുറച്ച് കൂടുതലാണോ എന്ന് വല്യമാവ ചോദിക്കുമ്പോൾ സന്തോഷിൻ്റെ അമ്മ എല്ലാ കാര്യത്തിനും സമയം നോക്കുന്ന ഒരാളാണെന്നും അതുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ ടീച്ചർ പറയുമ്പോൾ ടീച്ചർ ഇരിക്കും, ഞാൻ ചായ എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് വീണ ചായ എടുക്കാൻ പോകുമ്പോൾ അയ്യോ മോളെ ഇനി ഇരിക്കുന്നില്ല, പോകുക, വൈകും എന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങൾ ഈ വിവരം അറിഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി വന്നതാണെന്ന് ടീച്ചർ പറഞ്ഞു. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ, നമുക്ക് പോകാൻ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പോവുക. അവരങ്ങനെ പോകാൻ ഇറങ്ങിയ സമയത്ത് നമ്മുടെ വീണ ടീച്ചറുടെ കയ്യിലേക്ക് പിടിച്ചു. ടീച്ചറിനെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ സുന്ദരിയായിട്ട് ഒരുങ്ങിയൊക്കെ നിൽക്കണം കേട്ടോ. പറഞ്ഞത് കേട്ടോ? വിഷ് ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ ടീച്ചർ വീണയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവിടുന്ന് പോയി. അമ്മയെപ്പോലെ തന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക ടീച്ചർ നമ്മുടെ വീണയെ. ഈ രേണുവും അതുപോലെ തന്നെ ചേച്ചിയും കൂടി ഇതൊക്കെ കണ്ട് പുച്ഛഭാവത്തോടു കൂടി അവിടെ നിൽക്കുന്നു കേട്ടോ. അവരങ്ങ് പോകുന്നു. ഈ സമയത്ത് അവർ പോയി കഴിഞ്ഞപ്പോൾ ജോൺ ഇങ്ങനെ തിരിഞ്ഞ് വീണയെ നോക്കി ഒന്ന് ചിരിച്ച് കാണിച്ചിട്ട് ഇങ്ങനെ പോവുക. അപ്പോൾ ശരി എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർ യാത്ര പറഞ്ഞങ്ങ് പോണു. അവർ പോയപ്പോഴും ഇവളുമാർ രണ്ടുപേരും കൂടെ വീണയെ മൈൻഡ് പോലും ചെയ്യാതെ അവിടെ ഇരിക്കുക കേട്ടോ. വീണ അന്നേരം ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അതിനുശേഷം എന്നെ മുറിയിലിരുന്ന് എന്തൊക്കെയോ നോട്ട്സും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക വീണ. അപ്പോഴങ്ങോട്ടേക്ക് വല്യമാമ വന്നു. വല്യമാമേ വാ വല്യമാമേ ഇരിക്കും വല്യമാമ എന്ന് പറഞ്ഞുകൊണ്ട് വല്യമാമയെ വീണ അവിടെ പിടിച്ചിരുത്തുകയും ചെയ്തു. എന്തു പറ്റി വല്യമാമേ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ വേറൊന്നുമല്ല, അവരെല്ലാവരും വ്യാഴാഴ്ച വരുമല്ലോ, അതിൻ്റെ ടെൻഷനാണ് വല്യമാമയ്ക്ക്. സരസ്വതി ഇല്ലാത്തതിൻ്റെ ആ ഒരു ടെൻഷൻ ഉറപ്പായും എനിക്കുണ്ടെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം. അവളുടെ തീരുമാനങ്ങളൊക്കെ വളരെ വളരെ കൃത്യമായിരുന്നു. നമ്മളൊക്കെ ഒപ്പം തിന്നാൽ മതി. ഇതിപ്പോൾ എല്ലാവരും ഒപ്പം ഉണ്ടെങ്കിലും നമ്മൾ തീരുമാനിക്കണമല്ലോ എല്ലാം. കുഞ്ഞിയുടെ ജീവിതമല്ലേ എന്ന് പറയുമ്പോൾ ശരിയായ തീരുമാനത്തിലേക്ക് അമ്മ നയിക്കുമെന്നൊരു വിശ്വാസമുണ്ട്, ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ടെൻഷനും എനിക്കില്ല. വല്യമ്മാമ അതൊന്നോർത്ത് ടെൻഷൻ അടിക്കണ്ട കേട്ടോ എന്ന് വീണ പറഞ്ഞു. അവർ വിശ്വാസവും മറ്റുമൊക്കെ കുറച്ച് കാര്യമായിട്ട് നോക്കുന്നവരാണെന്ന് തോന്നുന്നല്ലോ മോളെ. അത് ജോയേട്ടനും പറഞ്ഞിരുന്നു. ആ ചേട്ടൻ്റെ അമ്മയ്ക്ക് കുറച്ച് വിശ്വാസം കൂടുതലാണെന്ന്. എല്ലാ കാര്യങ്ങളും ജോത്സ്യനെ കണ്ടിട്ടൊക്കെയാണ് തീരുമാനിക്കുന്നതെന്നൊക്കെ വീണ ഇങ്ങനെ പറയുമ്പം കുഞ്ഞിക്ക് അതിൽ പ്രശ്നമെല്ലാം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം അതൊന്നുമില്ല വല്യമാമേ, ആ ചേട്ടൻ അങ്ങനെയൊന്നും ഇല്ലെന്നാ ജോണേട്ടൻ പറഞ്ഞതെന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ നമ്മളത് നോക്കിയാൽ മതി എന്നുള്ള കാര്യം പറഞ്ഞ് മോൾക്ക് എന്തെങ്കിലും പറ്റായിക തോന്നുകയാണെങ്കിൽ പറയണം, ഒന്നും ഉള്ളിൽ വെച്ചേക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അത് ആലോചിച്ച് എനിക്ക് ടെൻഷൻ ആവുകയാണെന്ന് വല്യമാമ പറയുമ്പോൾ വല്യമാമ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട കേട്ടോ. പിന്നെ ഞാൻ കരുതി അവർ ആപ്പീസില്ലാത്ത ദിവസമാണ് എത്തുക എന്ന്. അതാകുമ്പോൾ രണ്ടുപേർക്കും സൗകര്യമായിരുന്നേ. എനിക്ക് കുഴപ്പമൊന്നുമില്ല വല്യമാമേ, നാളെ സോമൻ സാറിനോട് ഞാൻ കാര്യം പറഞ്ഞോളാവെന്നൊക്കെ നമ്മുടെ വീണ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും വല്യമാമയോട് കുഞ്ഞി, എൻ്റെ പ്രധാന പേടി നീ നിൻ്റെ അമ്മയെപ്പോലെ ബുദ്ധിമുട്ടൊന്നും തുറന്നു പറയാതിരിക്കുമോ എന്നുള്ളതാണെന്ന് പറയുമ്പം അത്രയ്ക്ക് ത്യാഗിയൊന്നും അല്ല വല്യമാമേ, ഞാനേ എല്ലാം പറഞ്ഞോളാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് വീണ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും വല്യമാമ ഇങ്ങനെ വീണയെ ചേർത്ത് പിടിക്കാം. ഇതെല്ലാം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ വീണയെ കാണാനായിട്ട് നമ്മുടെ മാഷും ഒക്കെ കൂടെ ഇങ്ങനെ വന്നു. എടി നിന്നെ പെണ്ണ് കാണാൻ ഒരാൾ വരുന്നുണ്ടെന്ന് വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണം ഞാൻ അറിയാമെന്ന് ചോദിച്ചു കൂട്ടുകാർ വന്ന് വീണയോട് വഴക്കുണ്ടാക്കുക. അപ്പോൾ അതാണല്ലേ പ്രശ്നം? എന്താ അതൊരു പ്രശ്നമല്ലേ? മേരിക്കുട്ടി ടീച്ചറായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ മിഥുൻ സാറേ എന്ന് ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ നിൽക്കുക. നിങ്ങളിതൊക്കെ കേട്ടിട്ട് ചിരിക്കുകയാണോ? എൻ്റെ കൂടെ കൂടി ഇവളെ ചീത്ത പറയല്ലേ വേണ്ടത് മിഥുനെന്ന് ചോദിച്ചുകൊണ്ട് കൂട്ടുകാർ, നീ ആൾ കൊള്ളാവല്ലോടി, നിൻ്റെ അടുത്തേ എല്ലാം നേരിട്ട് നാളെ പറയാമെന്ന് വിചാരിച്ചതാ, അതിപ്പോൾ ഞാൻ വന്ന് നാണം കെട്ടി ചോദിച്ചുകൊണ്ട് നീ പറയുന്നല്ലേടി എന്ന് ചോദിച്ചുകൊണ്ട് കൂട്ടുകാർ, നീ നേരിട്ട് എന്നോട് പറയുള്ളല്ലേ, ഞാനൊക്കെ എന്നോട് ഇതൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ എന്താ കുഴപ്പം, നീ ഒന്നും പറയില്ല എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് കൂട്ടുകാരി വഴക്കുണ്ടാക്കുമ്പോൾ പിണങ്ങല്ലേടി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ വീണ. അപ്പോൾ എന്നാലും മോളെ നീ നീനുവയോട് കാര്യങ്ങൾ പറയാതിരുന്നത് വളരെ മോശമായിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വല്യമാമ എന്താ എരുതിയിലും എണ്ണ ഒഴിക്കുകയാണെന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വീണ ചോദിച്ചു. എടി ഇവിടെ മേരിക്കുട്ടി ടീച്ചർ കൊണ്ടുവന്ന ആലോചനക്കാരും പറഞ്ഞപ്പോൾ തന്നെ രാധേച്ചിയും രേണു ചേച്ചിയും കൂടി ഇതിന് കുറച്ച് കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അമ്മ ജീവിച്ചിരുന്നപ്പോഴേ താല്പര്യം ഉണ്ടായിരുന്ന ഒരു ബന്ധത്തെക്കുറിച്ച് അവർ അന്നേരം അറിയുന്നെന്നും പറഞ്ഞ് കുറച്ച് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മനഃപൂർവ്വം ഒന്നും പറയാതിരുന്നല്ലെന്നും പറഞ്ഞ് വീണ കൂട്ടുകാരിയോട് പറയാം. അന്നേരം ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്തെല്ലാം സംഭവിച്ചാലും എന്നോട് പറയാതിരുന്നതിന് 100 മാപ്പ് വീതം നീ എന്നോട് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് കൂട്ടുകാർ.
പരിഗണിക്കാമെന്നും പറഞ്ഞ് നമ്മുടെ വീണ എന്തൊരു ഗൗരവമാടി ഇതെന്നൊക്കെ ചോദിച്ചു കേട്ടോ. ഇപ്പം പൊട്ടും എന്ന് പറഞ്ഞുകൊണ്ട് വീണ ഇങ്ങനെ കൂട്ടുകാരിയായിട്ട് ചിരിയും കളിയും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു. ഈ ഒരു സമയത്ത് നമ്മുടെ വീണ കിടന്നുറങ്ങുമ്പോൾ അമ്മയെ സ്വപ്നം കാണും. അമ്മ എന്തൊക്കെയോ ഇരുന്ന് എഴുതുന്നതും ഒക്കെ ഇങ്ങനെ കാണും കേട്ടോ. അപ്പോൾ അതേ ടീച്ചറമ്മ വീണ്ടും നമ്മുടെ വീണയുടെ അടുത്ത് വന്നു. ആ ഞെട്ടലോടെ നമ്മുടെ വീണ ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുന്നിടത്ത് കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും